KTDC ചെയർമാൻ സ്ഥാനം രാജിവെച്ച് PK ശശി. ശശിയെ നീക്കണമെന്ന് CPM പാലക്കാട് ജില്ലാ നേതൃത്വം ആവശ്യപ്പെട്ടിരുന്നു. തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടുള്ള രാജിയെന്നാണ് സൂചന. PK ശശി നാളെ മാധ്യമങ്ങളെ കണ്ടേക്കും. UDF-ലേക്ക് പോകുമെന്ന അഭ്യൂഹങ്ങൾക്കിടെയാണ് ശശി KTDC ചെയർമാൻ സ്ഥാനത്ത് നിന്ന് രാജിവെച്ചത്. ഷൊർണൂർ മുൻ MLA ആയിരുന്ന ശശിയെ CPM ജില്ലാ കമ്മിറ്റിയിൽ നിന്ന് ബ്രാഞ്ചിലേക്ക് തരം താഴ്ത്തിയിരുന്നു. മണ്ണാർക്കാട്ടെ പാർട്ടി നിയന്ത്രണത്തിലുള്ള സഹകരണ കോളേജിന്റെ പ്രവർത്തനങ്ങളിലും പാർട്ടി നിയന്ത്രണത്തിലുള്ള സഹകരണ സ്ഥാപനങ്ങളിൽ നിന്ന് ഫണ്ട് സ്വീകരിച്ചതിലും ക്രമക്കേട് ഉണ്ടായെന്നുള്ള ആരോപണങ്ങളടക്കം ഉയർന്നതിനെ തുടർന്നായിരുന്നു പാർട്ടിയുടെ നടപടി. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാനില്ലെന്ന് കോൺഗ്രസ് നേതാവും തൃപ്പൂണിത്തുറ MLA-യുമായ K. ബാബു. വ്യക്തിപരമായ കാരണങ്ങളാണ് തീരുമാനം. പാർട്ടി നേതൃത്വത്തെ ഇക്കാര്യം അറിയിച്ചിട്ടുണ്ടെന്ന് ബാബു പറഞ്ഞു. മികച്ച സ്ഥാനാർത്ഥിയെ പാർട്ടി നേതൃത്വം കണ്ടെത്തുമെന്നും മണ്ഡലത്തിൽ താൻ ഒരാളുടെ പേരും പ്രത്യേകം നിർദ്ദേശിക്കില്ലെന്നും ബാബു വ്യക്തമാക്കി. എറണാകുളം ജില്ലയിൽ തൃപ്പൂണിത്തുറ എന്നത് CPM-ന്റെ അല്ലെങ്കിൽ ഇടതുപക്ഷത്തിന്റെ ഒരു അടയാളമായിരുന്നു. അവിടെ നിന്നാണ് വർഷങ്ങൾക്ക് മുൻപ് K. ബാബു എന്നൊരാൾ അവിടേക്ക് UDF-ന് വേണ്ടി കോൺഗ്രസിന് വേണ്ടി കടന്നു വരുന്നത്. പിന്നീട് ഇങ്ങോട്ട് അദ്ദേഹത്തിന്റെ ഒരു കാലഘട്ടം തന്നെയായിരുന്നു. നീണ്ട വർഷങ്ങൾ പിന്നിടുന്നു. 35ഓളം വർഷങ്ങൾ തെരഞ്ഞെടുപ്പ് രംഗത്ത് സജീവമാകുമ്പോൾ 6 തെരഞ്ഞെടുപ്പിൽ വിജയിക്കുകയും 1-ൽ മാത്രം പരാജയപ്പെടുകയും ചെയ്തു. പക്ഷേ പിന്നീടും അവിടെ നിന്ന് തിരിച്ചു വരികയും ചെയ്തു. അപ്പോൾ അദ്ദേഹം തീർത്തും പുതുമയാർന്നൊരു പ്രഖ്യാപനം കോൺഗ്രസിൽ തന്നെ എടുത്തു പറയാം നടത്തിയിരിക്കുന്നു. താൻ ഇനി ഈ പാർലമെന്ററി മത്സര രംഗത്ത് നിന്ന് പിന്മാറുകയാണ്, പുതിയ തലമുറ വരട്ടെ എന്ന് പറയുന്നു. അദ്ദേഹം ബാബു ചേട്ടൻ നമുക്കൊപ്പം ചേരുകയാണ്. അത്ര പരിചിതമല്ലാത്തൊരു പ്രഖ്യാപനം ഈ ഒരു ഘട്ടത്തിൽ തെരഞ്ഞെടുപ്പ് മുന്നിൽ വരുമ്പോൾ നടത്തുന്നത് വ്യക്തിപരമാണോ? എന്താണ് അതിൻ്റെ? അല്ല, എനിക്ക് വ്യക്തിപരമായ ചില അസൗകര്യങ്ങളുള്ളതുകൊണ്ടാണ് ഞാൻ മത്സരരംഗത്തില്ല എന്ന് പറഞ്ഞത്. ഇത്തവണത്തെ തെരഞ്ഞെടുപ്പിൽ ഒരു പ്രത്യേകത, പാർട്ടി നേതൃത്വം എന്നിൽ നല്ല വിശ്വാസം അർപ്പിച്ചിരുന്നു. പാർട്ടി നേതൃത്വം എല്ലാ നേതാക്കന്മാരും എന്നിൽ വിശ്വാസം അർപ്പിച്ചിരുന്നു. ജനങ്ങളുടെ ഇടയിലും ഞാൻ മത്സരിക്കാൻ എന്നതിനകത്ത് ഒരു ഭൂരിപക്ഷം യോജിപ്പായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. പക്ഷെ എനിക്ക് വ്യക്തിപരമായ അസൗകര്യമുള്ളതുകൊണ്ട് ഞാൻ ഇല്ലെന്ന് പാർട്ടി നേതൃത്വത്തെ അറിയിച്ചു. എൻ്റെ അസൗകര്യം എന്താണെന്ന് പാർട്ടി നേതൃത്വം മനസ്സിലാക്കിയിട്ടുണ്ടെന്നാണ് ഞാൻ കരുതുന്നത്. അതുതന്നെയാണ് ഇതിൻ്റെ ഒരു പ്രധാന കാരണം അല്ലേ? തീർച്ചയായിട്ടും. തൃപ്പൂണിത്തുറയിൽ വരുമ്പോൾ കഴിഞ്ഞ തവണ ഒരു തവണ പരാജയപ്പെടുമ്പോൾ വീണ്ടും ഒരു ആത്മവിശ്വാസത്തോടെ ഒരു തിരിച്ചുവരവ് നടത്തിയിരുന്നു. പക്ഷെ ആ മണ്ഡലത്തിൻ്റെ ഒരു സ്വഭാവം മാറുന്നു എന്നൊരു തോന്നൽ എല്ലാവരിലും തന്നെ വളരുന്നുണ്ട്. കാരണം BJP അവിടെ ഒരു ശക്തിയായിട്ട് മാറും. പ്രത്യേകിച്ച് ഇപ്പോൾ അധികാരത്തിലേക്കെല്ലാം നഗരസഭാ ഭരണത്തിലേക്കെല്ലാം തന്നെ വരുന്ന ആ ഒരു ഘട്ടത്തിലാണ് വളരെ പരിചയസമ്പന്നരായ താങ്കളുടെ ഒരു പിന്മാറ്റം വരുന്നത്. എങ്ങനെയാണ് BJP-യുടെ വളർച്ച? കേരളത്തിൽ പൊതുവെ BJP ഗ്രാജുവലായിട്ട് കുറച്ച് മുന്നോട്ട് വന്നിട്ടുണ്ട്. പക്ഷെ തെരഞ്ഞെടുപ്പിൽ അവിടെ UDF-നാണ് വിജയസാധ്യതയുള്ളൂ. CPM-ഉം കോൺഗ്രസും തമ്മിൽ തന്നെയാണ് മത്സരം ഉണ്ടാവുള്ളൂ. അവിടെ BJP-ക്ക് അവർക്ക് കുറച്ച് വോട്ടൊക്കെ സ്വാധീനിക്കാൻ സാധിക്കും. അവിടെ ചില ധ്രുവീകരണങ്ങൾ ഉണ്ടായിട്ടുണ്ട്. പക്ഷെ എന്നാലും അവർക്കൊരു അസംബ്ലി സ്ഥാനാർത്ഥിയെ വിജയിപ്പിക്കാനുള്ള പിന്തുണ അവിടെ ഉണ്ടെന്ന് ഞാൻ കരുതുന്നില്ല. അതുണ്ടാകുകയില്ല. തുടർച്ച തൃപ്പൂണിത്തുറയിൽ ഉണ്ടാവും UDF-ൽ? തീർച്ചയായിട്ടും ഉണ്ടാവും. എന്താണ് അവസാനമായിട്ട് തൃപ്പൂണിത്തുറക്കാരോട് പറയാനുള്ളത്? അല്ല, ഞാൻ തൃപ്പൂണിത്തുറയെ സംബന്ധിച്ചിടത്തോളം പറയുമ്പോൾ ഞാൻ അവിടുത്തെ MLA ആയിരുന്നില്ല. അവിടുത്തെ ജനങ്ങളുടെ ഏറ്റവും അടുത്തൊരു ബന്ധു പോലെയായിരുന്നു. ഞാൻ എല്ലാ വീടുകളിലും ബന്ധമുള്ള ഒരാളായിരുന്നു. അവരുടെ MLA ആയിട്ടോ അല്ലെങ്കിൽ സാറായിട്ടോ എന്നെ ഇതുവരെ കണ്ടിട്ടില്ല. ഞാൻ അവരെയും കണ്ടിട്ടില്ല. എൻ്റെ കുടുംബം എന്ന് പറഞ്ഞാൽ തൃപ്പൂണിത്തുറ നിയോജകമണ്ഡലമായിരുന്നു. അതാണ് എനിക്ക് എന്നും ഓർത്തു വയ്ക്കാനുള്ളൊരു കാര്യം. ഏതായാലും വളരെ സന്തോഷത്തോടെ അദ്ദേഹം ഒരു പടിയിറക്കം പൂർത്തിയാകുകയാണ്. പകരക്കാരനെ നിർദ്ദേശിക്കുന്നില്ല എങ്കിലും UDF കോൺഗ്രസ് തന്നെ മണ്ഡലത്തിൽ വീണ്ടും വിജയത്തിലേക്ക് എത്തും എന്ന് തന്നെയാണ് അദ്ദേഹം ആത്മവിശ്വാസത്തോടെ പറയുന്നത്. കൊച്ചിയിൽ നിന്ന് ക്യാമറമാൻ KP ധനേഷിനൊപ്പം ഡാനി പോൾ, ന്യൂസ് 8. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.